ഹലോ ഗായ്സ്, ഫുഡ് ആൻഡ് ട്രാവൽ ബൈ സീസൺ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കവിടെ സുഖമല്ലേ? അപ്പം നമ്മളിന്ന് പോകുന്നത് ഇൻ്റർലാക്കനും ഗോത്താർ പാസ് എന്ന സ്ഥലത്തേക്ക് കേട്ടോ. ഇത് രണ്ട് സ്വിറ്റ്സർലാൻഡിലാണുള്ളത്. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം. നമ്മൾ പോണ വഴിക്ക് കണ്ട വ്യൂസായിട്ട് കാണുന്നത് നമ്മൾ ഇറ്റലി ഈ മലനിരപ്പുകൾ ഉള്ള ഇടയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ മലനിരപ്പുകളുടെ ഇടയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ലേക്കുകൾ, വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ കുറേ പോയി നമ്മൾ അവസാനം സ്വിസ് ബോർഡർ കടന്നു കേട്ടോ. ഇതാണ് ബോർഡർ. മറ്റേ വലിയ ബിൽഡിങ് ലെഫ്റ്റിൽ കണ്ടില്ല അത്. അപ്പോൾ നമ്മൾ സ്വിറ്റ്സർലാൻഡിലാണുള്ളത്, പക്ഷെ നമ്മൾ ഡെസ്റ്റിനേഷനിലല്ല. അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങോട്ട് ഇങ്ങനെ ഇനി കുറേ നേരമുണ്ട് ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ട്രാവലിങ്. പിന്നെ നമ്മളിപ്പോൾ ഒരു ചെറിയ ബ്രേക്കിനൊരു സ്ഥലത്ത് നിർത്തിയിട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്, ഇങ്ങനെ സ്റ്റേഷനറി ഐറ്റംസ് എന്താണെന്ന് നോക്കാം. കുറച്ച് പ്ലെയിൻസ് ഉണ്ട്, ഗോൾഫ് ബോൾസ് ഉണ്ട്, വാച്ചുകളുണ്ട്, പിന്നെ എന്തിട്ടുള്ള വാച്ചുകൾ കിട്ടുക കേട്ടോ. കീ ചെയിൻസ് ഉണ്ട്, ബുക്സ് ഉണ്ട്, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. ഇപ്പം ഇവിടെ വാഷ്റൂം ഉണ്ട് കേട്ടോ. ഇവിടെ €1 പേ ചെയ്താലാണ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ €1 പേ ചെയ്ത് നമ്മൾ എൻ്റർ ചെയ്ത് നമ്മൾ യൂസ് ചെയ്ത് പുറത്ത് വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുറത്ത് ഉള്ള രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് ഫുൾ മഴയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നിർത്തിയ സ്ഥലം. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴും അത്യാവശ്യം മഴയുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചൊക്കെ കാണാൻ പറ്റും. നമ്മുടെ ഗോത്താർ പാസ് മലയുടെ മുകളിലായതുകൊണ്ട് നമ്മൾ മലയുടെ മുകളിൽ പോകാം കേട്ടോ. അടുത്ത പ്രശ്നം, കുറച്ച് പ്രശ്നങ്ങളുണ്ടായതിൽ ഒന്നാണ് ഈ മഴ ഉണ്ടായത് കുറച്ചുകൂടി നന്നായിട്ട് വീഡിയോ പിടിക്കായിരുന്നു. അങ്ങനെ ഒരു രസം കിട്ടിയേനെ, ഒരു ട്രിപ്പിൻ്റെ ഒക്കെ ഒരു മൂഡ് കിട്ടിയേനെ. പിന്നെ എല്ലാവരും ഭയങ്കര ഒരു മൂഡില്ലാത്ത പോലെ കുറച്ച് പ്രശ്നങ്ങൾ വഴിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും മൂഡ് പോയി. ഇപ്പോൾ മൂഡൊക്കെ പയ്യെ പിടിച്ച് വരുന്നു. എല്ലാവരും സ്പീക്കറിലൊക്കെ പാട്ടൊക്കെ ഇട്ട് അങ്ങനെ. ഇപ്പോൾ നമ്മൾ അവസാനം നമ്മൾ ഗോത്താർ പാസിലെത്തിയിട്ടോ. ഇത് 2106 മീറ്റർ സീ ലെവലിൽ പൊക്കത്താണ് നിൽക്കുന്നത്. വെച്ചാൽ 2 കിലോമീറ്റർ 100 മീറ്റർ പൊക്കത്തിൽ 106 മീറ്റർ പൊക്കത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പായിരുന്നു. ഞാനാണെങ്കിൽ കോട്ട് പോലും ഇടാണ്ട് പുറത്തിറങ്ങി. എന്നിട്ട് അതിൻ്റേതായ ഞാൻ കാര്യം പറയാം, എനിക്ക് അതിൻ്റേതായുള്ള നന്നായിട്ട് കിട്ടി. പിന്നെ ഇവിടെ നല്ല വിൻമില്ലുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല, അതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക്. എന്താണെന്നറിയില്ല. ഇവിടെ ഉള്ള ചെടികളും കാര്യങ്ങളും കണ്ടോ, നല്ല ഭംഗിയുണ്ട് കണ്ടോ. അവിടെ ചെറിയൊരു റിവറല്ല, ഒരു ചെറിയ പോണ്ട് പോലത്തെ പോണ്ട് ഉണ്ട്. അങ്ങനത്തെ പല കാര്യങ്ങളും. ഞാനെങ്കിൽ എന്നിട്ട് ഈ തണുപ്പത്ത് ഈ കോട്ട് പോലും ഇറങ്ങിയിട്ട് പിന്നെ എനിക്ക് കൈ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. തണുത്ത് ഞാൻ എൻ്റെ ശരീരം ശരിക്കും മരവിച്ച് പോയി. പിന്നെ എനിക്ക് അത്ര സഹിക്കാൻ പറ്റിയപ്പോൾ ഞാൻ വണ്ടി കയറി. ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒന്ന് ഇറങ്ങിയതാണ്. അവന്മാരൊക്കെ കോട്ടും ഹുഡിയൊക്കെ എടുത്തിട്ടുണ്ടായി. പക്ഷേ മനസ്സിലായല്ലോ, എനിക്ക് തണുത്തിട്ട് പിന്നെ എൻ്റെ കൈയുടെ രോമങ്ങൾ എഴുന്നേറ്റിട്ട് കൈ രണ്ട് കൂട്ടി ഇങ്ങനെ മുട്ടിക്കില്ലേ, അപ്പോൾ ഇങ്ങനെ ഭയങ്കര മുള്ളു കുത്തുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ പിന്നെ മാറി. കുറച്ച് നേരം ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയില്ലായില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മാറി. പിന്നെ ഞാൻ ബാക്ക് ടു മൂഡായി. ഇപ്പോൾ നമ്മൾ കാണുന്നത് കുറച്ച് ഈ ഗ്രാമമില്ലേ, ഈ മലയുടെ അടിവാരത്തുള്ള ഗ്രാമങ്ങൾ കേട്ടോ. ഗ്രാമം എന്ന് പറഞ്ഞാൽ കുറച്ച് വീടുകൾ ഇങ്ങനെ ചെറുതായിട്ട് അടുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കൂടുതൽ ഒറ്റ വീട്, ഒരു വലിയ ഏക്കർ കണക്കിലുള്ള സ്ഥലത്ത് നടുവിൽ അങ്ങനെയൊക്കെ കേട്ടോ. നമ്മൾ ഇൻ്റർലാക്കിലേക്കാണ് ഇനി പോകുന്നത്. ഇൻ്റർലാക്കിലേക്ക് പോകാൻ ഇത്തിരി ദൂരമുണ്ട് ഈ ഗോത്താർ പാസ്. ഞാൻ ആ സമയത്ത് നല്ല ഉറക്കമുറങ്ങി. അപ്പോൾ പിന്നെ എനിക്ക് നല്ല ക്ഷീണമൊക്കെ പോയി. പിന്നെ മനസ്സിലായില്ലേ, എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു മൂഡായി. ഞാൻ ഈ സമയത്തും ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ 2 മണിക്കൂർ ഉറങ്ങിയായിരുന്നു. അപ്പോൾ അത് വിട്. ഇപ്പോൾ ഇത് നിങ്ങൾ കാണാൻ പറ്റും, അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അതിൻ്റെ അപ്പുറത്തായിട്ട് നോക്കുകയാണെങ്കിൽ വലിയ മലയുടെ മുകളിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം വരുന്നത്. 2 ട്വിൻ മലകളുടെ അടുത്ത് ട്വിൻ മലസിൻ്റെ ഒരെണ്ണത്തിൻ്റെ മുകളിൽ നിന്ന്. ഇവിടെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. എല്ലാ സംഭവം നമുക്ക് പറയാൻ പറ്റാത്ത അത്ര രസമാണെന്ന് പറയാം. ഈ റോഡുകളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് അതെല്ലായിടത്തും അങ്ങനെയാണ് ഈ യൂറോപ്യൻ കൺട്രീസിലും. പിന്നെ ഞങ്ങളുടെ ഈ റോഡിന് പാലത്തിന് കൂടി ഒരു ചെറിയ നദി കണ്ടു. അത് വലിയ ഭംഗിയൊന്നും ഉണ്ടായില്ല. കാരണം അറിയാലോ, ഫുള്ള് ചെളി പിടിച്ചിരിക്കുന്നത് മഴ കാരണം. അത് മഴ ചതിച്ചു മക്കളെ. ഇനി ഈ ഫീൽഡുകളുടെ നടുവിൽ കുറേ വീടുകൾ കാണാൻ പറ്റില്ല നിങ്ങൾക്ക്. ഇത് നമുക്ക് ഒറിജിനലായിട്ട് നമ്മൾ ശരിക്കും വന്ന് കാണണം. ഇത് എന്നാലും അതിനേക്കാൾ ശരിക്കും ഫീൽ കിട്ടുള്ളൂ. ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ അത്ര ഫീലൊന്നും കിട്ടില്ല. പക്ഷെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഇൻ്റർലാക്കൻ സ്വിറ്റ്സർലാൻഡ് എന്തായാലും വിസിറ്റ് ചെയ്യണം. ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ വരുമാനം ഈ കൗ ഫാമില്ലേ, ഈ പശുക്കളൊക്കെ പാല് വിറ്റ് അങ്ങനത്തെ സംഭവം നമ്മുടെ നാട്ടിൽ വെച്ച് ഉള്ള പോലെ ഇവിടെ പശുവാണ് ഇവിടുത്തെ മെയിൻ വരുമാനം. അപ്പോൾ ഇവിടെ കുറേ ഞങ്ങൾ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പശുക്കൾ വീണ്ടും കാണുന്നത്.
നൈറ്റിൽ വന്നതിന് ശേഷമൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഫൈനൽ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇൻ്റർലാക്കനാണ്. അവിടെയും നല്ല മഴയായിരുന്നു. കോത്താർ പാസിൽ മഴ ഉണ്ടായിരുന്നില്ല, പക്ഷെ അത് നനഞ്ഞത് കാരണം ആ ഫോഗില്ലേ അതിൻ്റെ കാരണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ഗേറ്റഡ് കണ്ടു. വണ്ടിയാണെങ്കിൽ ബുള്ളറ്റ് ട്രെയിൻ പോലത്തെ എന്തോ ട്രെയിനാണ്, എന്നാലും അത് കാണാൻ പറ്റിയില്ലോ. ഈ കുറേ കൊല്ലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ കുറച്ച് നമ്മുടെ സ്വിറ്റ്സർലൻഡിലെ ബസ്സുകൾ കാണാൻ പറ്റുക, ഈ യെല്ലോ കളറില്ലേ കണ്ടോ. ആ ട്രെയിൻ പോയി കഴിഞ്ഞു. ഇവിടുത്തെ മെയിൻലി ബിൽഡിങ്സ് ഇങ്ങനെയാണ് കേട്ടോ. ഈ റെഡ് തീമാണ് ഇവിടുത്തെ ബിൽഡിങ്സ് കണ്ടോ. സ്വിറ്റ്സർലൻഡിൽ ഫ്ലാഗൊക്കെ ഇട്ട് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തുള്ളതായിരിക്കും മെയിൻലി ഇവിടുത്തെ ബിൽഡിങ്സ്. ഞങ്ങൾ അങ്ങനെയാണ് മെയിൻലി ഇവിടുത്തെ ബിൽഡിങ്സ് കണ്ടത്. പിന്നെ ഇവിടുത്തെ സ്വിറ്റ്സർലൻഡിൻ്റെ പ്രത്യേകത ഇവരുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇവരുടെ മെയിൻ ഐറ്റം ഈ സ്വിസ് നൈഫാണ്. അത് അത്യാവശ്യം അറിയാമല്ലോ, രസമുള്ള നൈഫാണ്, ഞാൻ പറഞ്ഞു തരാം. അപ്പം നമ്മുടെ ബസ് അവിടെ ഇട്ടിട്ട് നമ്മളിങ്ങോട്ട് നടന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഒരു സംഭവം കേൾപ്പിച്ചു തരാം കേട്ടോ. കേട്ടില്ലേ, അത് നമ്മുടെ കുതിര വണ്ടി പോകുന്നതാണ്. എത്രയാണ്ട് പഴയ ഭയങ്കര അത്യാവശ്യം പഴയ കുതിരയും ആണെന്ന് തോന്നുന്നു, കുതിര വണ്ടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ പോകണ വഴിക്കോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് വരെ കുറച്ച് പോയിട്ട് വന്ന ഒരു പാത്തോട്ട് കാണുന്നത്. ഈ കുടകളുകൊണ്ട് നല്ല അടിപൊളി ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ കൊളാപ്സ് ആയിട്ട് അതെല്ലാം പ്രശ്നമില്ല. ഇവിടുത്തെ എല്ലാ റോഡ് സൈഡിലും ഇങ്ങനെ വലിയ ഫ്ലവർ പോട്ട്സ് കാണാം കേട്ടോ. ഇതിൽ റെഡാണ് കൂടുതലുണ്ടാവുക ഫ്ലവേഴ്സ്, പിന്നെ യെല്ലോയും കുറച്ച് നല്ല രസത്തിൽ അവർ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഗ്രാൻഡ് ഹോട്ടലിൻ്റെ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ. അത് കാണുന്നതാണ് ഗ്രാൻഡ് ഹോട്ടൽ. അത്യാവശ്യം വലിയ ഹോട്ടലൊക്കെയാണെന്ന് പറഞ്ഞാൽ ആണ്. പിന്നെ ഇവിടുത്തെ എല്ലാ ഐറ്റംസിനും നമ്മൾ പൈസ കൊടുക്കണം. എൻ്റെ പൊന്നു, പൈസ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് പൈസ കൊടുക്കണം. ഇവിടെ വേറൊരു സിമ്പിൾ കിഡുള്ള ഐറ്റം ഉണ്ട് ഈ ഫീൽഡിൽ. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ ഫീൽഡിൽ അവിടെ അറ്റത്ത് ഒരു ചെറിയ ട്രെയിനൊക്കെ പോകുന്നുണ്ട്. ഈ ഫീൽഡിൻ്റെ പ്രത്യേകത പറയില്ലേ, ഇതാണ് ആ പ്രത്യേകത. ഈ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സോറി അത് തെറ്റിയതാണ്. ഇവിടെ കണ്ടോ ഈ പാരഷൂട്ട്സ് ഇല്ലേ, ഇവിടെ വന്ന് ലാൻഡ് ആവുന്ന സ്ഥലമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കും ഇത് എന്താണ് ഇങ്ങനെ, ഈ ഫീൽഡ് മാത്രം അപ്പം നമുക്ക് ഓടിക്കളിക്കാനൊക്കെ പറ്റുമോ ഇവിടെ എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും. പക്ഷേ നമുക്ക് പറ്റും, എന്തായാലും പറ്റും. പിന്നെ ഇത് ഫീൽഡിൽ ഈ ഏരിയയില്ലേ, ഈ കാണുന്ന ഏരിയയിലാണ് മെയിൻലി വന്ന് ലാൻഡ് ആവുക. ഇവിടെ ഒരാൾക്ക് 200 യൂറോ ചാർജ് ചെയ്യണം. അപ്പം തന്നെ ഞങ്ങൾ അവിടെ സ്ഥലം വിട്ടു. അറിയാമല്ലോ, 200 യൂറോ തന്നെ നാട്ടിൽ 20,000 രൂപയാണ്. പിന്നെ ഇത് മലയുടെ സൈഡിൽ നിന്നാണ് പറഞ്ഞാൽ കുറേ പേര് ഞാൻ ചിലപ്പോൾ പേടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു നോക്കി, പിന്നെന്താ നോ പറഞ്ഞു. അപ്പം ഞാൻ നോ അടിച്ചു തന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, നൈസായിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി. നമ്മൾ പോകുന്നത് ഒരു കസിനോയിലോട്ടാണ്. ഭയങ്കര പഴയ കസിനോ ആണത്. അതുകൊണ്ടാണ് ഞങ്ങൾ വേഗം പോകുന്നത്. പക്ഷെ അപ്പോഴേക്കും വേറൊരു ആൾ വന്ന് ലാൻഡായി. ഒരു കൈറ്റാട്ടോ ഇത്. കൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടൈപ്പ് കൈറ്റ്. ഇത് വന്നാൽ ലാൻഡ് അവിടെ നോക്കിയാൽ നല്ല രസമില്ലേ കാണാനായിട്ട്. പിന്നെ ഇത് കാണുന്നത് നമ്മളന്ന് ദൂരെ കണ്ട ട്രെയിനിൽ അതും. പിന്നെ നമ്മുടെ ഇവിടുത്തെ കണ്ടോ ഈ റോഡുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മറ്റേ ഈ ഫ്ലവർ പോട്ട്സും എല്ലാം വെച്ചിട്ട് നല്ല രസത്തിൽ അവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ദൂരെ കണ്ട ട്രെയിനാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഒരാൾക്ക് 30 യൂറോ എന്ന് പറയുമ്പോൾ വീണ്ടും അവിടെ നിന്ന് മാറി വേറെ എന്തെങ്കിലും പരിപാടി നോക്കാമെന്ന് വെച്ചിട്ട് 30 യൂറോ എന്ന് പറഞ്ഞാൽ നാട്ടിലൊക്കെ 3000 രൂപയ്ക്ക് അടുത്താവും. ഇവിടെ കുറേ ഫോറിനേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭാഷ ഇവിടെ സ്വിസ് ആണെങ്കിലും എന്തിനാ പേര് ഞാൻ മറന്നുപോയല്ലോ. സ്വിറ്റ്സർലൻഡിലെ ഇവിടുത്തെ ഭാഷയാണെങ്കിലും കുറേ ഫോറിനേഴ്സ് ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ഉള്ള ആൾക്കാർ ഇംഗ്ലീഷ് പഠിച്ച് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അധികം ഇൻട്രാക്ട് ചെയ്യാൻ പാടുവന്നിട്ടായില്ല ഞങ്ങൾക്ക്. പിന്നെ ഇത് നമ്മളെ ഫൈനലിൽ കസിനോയിൽ എത്തിയിട്ടോ. നമ്മൾ പോണ വഴിക്ക് നല്ല ബ്യൂട്ടിഫുൾ ഗാർഡൻസ് കാണാൻ പറ്റും. വേറെ കിടിലൻ സംഭവം 2 വരാനുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് കസിനോ എന്ന് പറഞ്ഞാൽ ഭയങ്കര പഴയ ബിൽഡിങ്ങാണ്. കണ്ടാൽ തന്നെ പറയാൻ പറ്റും എത്ര നൂറ്റാണ്ടുകളല്ല, ഒരു 100 കൊല്ലം റേഞ്ചൊക്കെ പഴക്കമുണ്ടാവും ഈ സംഭവത്തിന്. ഇവിടെ ഈ കസിനോ ഭയങ്കര പഴയതാണ് പ്രൂഫ്. ഇവിടുത്തെ വലിയ ഈ സ്പ്രൂട്ട്സ് ഇല്ലേ, റെഡ് സ്പ്രൂസ് ഇല്ലേ, അത് ഭയങ്കര ഇവിടുത്തെ മരങ്ങൾക്ക് ഞാൻ വിചാരിക്കുന്നു എന്നെപ്പോലുള്ള 3 ആൾ കെട്ടിപ്പിടിച്ചാലോ ആ വട്ടം ഇതാവില്ലെന്ന്. ഞാൻ കിട്ടുന്ന സംഭവം കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ല. ഇതാണ് ആ സംഭവം. എക്സാക്ട് ടൈം കാണിക്കുന്ന ഒരു ക്ലോക്ക്, ഭയങ്കര വലുതാണ്. പക്ഷേ അതും ചെടികളാണ് ഉണ്ടാക്കിയത്. ഞാൻ പറയും ഇതൊരു വലിയ റെഡ് സ്പ്രൂസിൻ്റെ കൂട്ടങ്ങളാട്ടോ. നിങ്ങൾക്ക് കറക്റ്റ് എന്താ പിന്നെ അറിയുന്ന കമൻറ്റ് ചെയ്യണേ. അത്യാവശ്യം റെയറാണ് കാണാനായിട്ട്. ഇത്ര വലിയ മരങ്ങൾ എത്ര കൊല്ലം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി. അവിടെ ഒരു ഡോം പോലത്തെ സ്ഥലമുണ്ട്. ഇത് മലയുടെ മുകളിലാണ്. എനിക്ക് തോന്നുന്ന പാരഷൂട്ടില്ലേ
അവരങ്ങനെ വന്നിട്ട് ഹെലികോപ്റ്ററിൽ അങ്ങനെ വന്ന് അവിടെ ഇറങ്ങി അവിടെ നിന്നാണ് ചാടുന്നതെന്ന് പറയും. ഇവർ മലയുടെ അപ്പുറത്തു നിന്നാണ് വരാറ്. ഇത് നമ്മുടെ യശ് ചോപ്ര, അതായത് ഇന്ത്യൻ ഡയറക്ടറിൻ്റെ ഇവിടെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ യശ് ചോപ്രയുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് വെച്ചേക്കുന്നതാണ്. ഇവിടെ 2 കപ്പിൾസ് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചെന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. ഇത് നമ്മൾ ഹസ്ബൻഡ് ചെറുതായിട്ടൊന്ന് വശം, അപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ്, നമുക്ക് അത്യാവശ്യം വിശന്നല്ലോ, നമ്മളിങ്ങനെ ട്രാവലൊക്കെ ചെയ്ത് നമുക്ക് വൈകിട്ട് ചെറുതായി വിശന്നു. അപ്പോൾ ഇവിടുത്തെ പിസയ്ക്ക് ഭയങ്കര വിലയാണ്. 20 യൂറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 20,000 രൂപയെങ്കിലും വരും ഇവിടുത്തെ ഒരു പിസ്സ കഴിക്കണമെങ്കിൽ. നമ്മുടെ നാട്ടിലൊക്കെ 100 ആ സംതിങ്ങിനൊക്കെ കിട്ടില്ലേ. ഇറ്റലിയിലേക്കാണെങ്കിൽ 10 യൂറോ ആ റേഞ്ചൊക്കെ വരുള്ളൂ. ഇവിടെ നോക്കുകയാണെങ്കിൽ നോക്കും, ഒരു ചെറിയ ഒരു പെട്ടി പോലത്തെ സംഭവം കണ്ടില്ലേ, ആ ശരിക്കും ഹോട്ടലാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമോ? ഇല്ലല്ലേ. അപ്പോഴേക്കും നമ്മളിങ്ങനെ വ്യൂസൊക്കെ നോക്കിയിരുന്നു. അവിടെ അപ്പുറത്ത് കൗ ഫാമൊക്കെ ഉണ്ട്, നമ്മളിങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോഴേക്കും നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്ത് പോർക്ക് വെച്ചുള്ള എന്തോ 2 സംഭവങ്ങളാണ് ഓർഡർ ചെയ്തത്. പിന്നെ ആ പിസ്സ ഭയങ്കര ചീസി ആയിരുന്നു, അത് വേറെ കാര്യം. നമ്മുടെ ക്യാൻഡി ഷോപ്പ് റിപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന സംഭവങ്ങൾ കണ്ടോ, ഐസ്ക്രീമൊക്കെ അങ്ങനെ വലിയതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ എല്ലാ കടയ്ക്കും ഒരേ ഒരു സാമ്യത ഉണ്ടാവും ചില സമയത്ത്. നമ്മുടെ ഇറ്റലിയിലുള്ള പോലെയല്ല, അത്യാവശ്യം നല്ല പ്രൈസും ഉണ്ട്, പക്ഷെ സാമ്യതയുണ്ട്. ഇങ്ങനെ എല്ലാവരും ഒരേപോലെ ഇരിക്കും. പിന്നെ എല്ലാത്തിനും യൂണിക് ഡിസൈൻസ് ആണ് കേട്ടോ. ഇതൊരു ഹോട്ടലാണ്. ഹോട്ടൽ മീൻസ് ഒരു കഫറ്റേരിയ ഹോട്ടൽ, അത് 2 മിക്സ് ആയിട്ടുള്ള സംഭവം കേട്ടോ. അത്യാവശ്യം ഗ്രാൻഡായിട്ട് അവർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പോണ ഒരു പള്ളിയുണ്ട്, ആ പള്ളിക്ക് പോണ വഴിക്കുള്ള സംഭവമായിട്ട് കാണുന്നത്. നമുക്ക് അവിടെ നിന്ന് പള്ളിയിലേക്ക് പോകുന്നത് ഒരു മനസ്സിലായില്ലേ, നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാനും ഒരു നല്ല രസമുണ്ടാവും കാണാനായിട്ട് ആ പള്ളി. അതുകൊണ്ട് ഒരു ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ ഇത്തിരി രസമുള്ള പോയിരുന്നത്, അതുകൊണ്ട് നമ്മൾ പോകുന്നത് കേട്ടോ. ഞങ്ങൾ പോകുന്ന കീഴിൽ വേറെ സംഭവം കണ്ടു. നോക്കി വലിയ കോഴിക്കറുപ്പുകളാണ്. എനിക്ക് മാക്സിമം ഒരു 10 കിലോയെങ്കിലും വരും, അതിനേക്കാളും കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. അത്ര വലിയ കോഴിക്കറുപ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്ര വലിയ മീനുകൾ ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഏറ്റവും കൂടുതൽ ആ യെല്ലോയും ആയിട്ടുള്ള ഓറഞ്ചും യെല്ലോയും കണ്ടില്ലേ, അതാണ് ഏറ്റവും വലുത്. ഇത് വേറെ ഹോട്ടലാണ്. ഇവിടുത്തെ ഹോട്ടൽസൊക്കെ മെയിൻലി ഈ ഹോട്ടൽ ഇൻ്റർലാക്ക് എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം എന്തായാലും ഇൻ്റർലാക്കിനോട് അവരുടെ കൺട്രിയോട് അവർ ഒരു ഇഷ്ടം കാണിക്കുന്നത് അതാണ്. നമ്മൾ അവസാനം പള്ളിയുടെ ഫ്രണ്ടിലെത്തിയിട്ടോ, ഈ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് വന്ന ഒരു പള്ളിയുടെ പോലെയുണ്ട്, ഈ ബോംബൊക്കെ ഇട്ട് അതൊക്കെ സർവൈവ് ചെയ്ത് വന്നൊരു പള്ളിയുടെ പോയിട്ട് കണ്ട ആ ലുക്കില്ലേ, അതാണ് നമ്മൾ പോണ പള്ളി. അതിൻ്റെ അപ്പുറത്ത് വേറെ ഏതാണ്ട് പള്ളി ഉണ്ടെന്ന് തോന്നണം. നമുക്ക് അങ്ങോട്ടൊന്ന് പോകണം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ചെറിയ കാറൊക്കെ കാണാൻ പറ്റും. ഇവിടുത്തെ ആൾക്കാരെയാണ്. ഇവിടെ ഞങ്ങൾ കയറി, പക്ഷെ നമുക്ക് ഫിലിം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കാണിച്ചു. അപ്പോൾ നമ്മൾ ഫിലിം ചെയ്തില്ല. പിന്നീട് ഞങ്ങൾ കണ്ടപ്പോൾ കൗതുകം തോന്നി നോക്കിയത് സംഭവം കാണിച്ചാൽ കേട്ടോ. ഇതൊരു ചെറിയൊരു വേറൊരു സ്റ്റേഷനറി ഷോപ്പാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇത് സ്വിസ് നൈഫാണിത്. അത്യാവശ്യം ഇത് 2 അടി ഇങ്ങനെ നീളമുണ്ടോ, അത്ര വലിയ. ഇതൊരു മോഡലാണ്, പക്ഷേ ഇവിടെ നെയിൽ കട്ടറിൻ്റെ സൈസ് തുടങ്ങി അതിന് അങ്ങോട്ട് വലുതുണ്ട്. നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് കണ്ടൊരു സംഭവം കേട്ടോ. ഞങ്ങൾ ചെറുതായിട്ടൊരു സ്ഥലത്ത് നിർത്തിയായിരുന്നു. അവിടെ നിന്ന് ഒരു ചെറിയ ഇങ്ങനെ വിൻലെന്ന് പറഞ്ഞ സംഭവം കണ്ടില്ലേ, സംഭവം പോലെ. അതിൻ്റെ മുകളിൽ മഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. ആ മഞ്ഞിൽ നിന്ന് വെള്ളച്ചാട്ടമൊക്കെ പറഞ്ഞാൽ എന്ത് രസമാണ്. ഈ മഞ്ഞ് അധികം ഇല്ലെങ്കിലും അത്യാവശ്യം ഉണ്ട്. എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിരുന്നത് വിൻ്ററിൽ വരാനായിരുന്നു. നമ്മൾ വിൻ്ററിലല്ല വന്നത്, അൺഫോർച്ചുനേറ്റ്ലി. കുറച്ച് വെച്ച് നമുക്ക് വിൻ്ററിൽ പോയാൽ പോരെയെന്ന്, പക്ഷെ വേണ്ടാന്ന് പറഞ്ഞു. നമ്മൾ താഴെ മല കയറി നമ്മൾ ഇനി മലയുടെ അപ്പുറത്തെ സൈഡിലേക്ക് പോകണം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗായ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.